ഹലോ ഫുഡീസ്, വെൽക്കം ടു ദി ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമി ടൊമാറ്റോ സൂപ്പാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 5 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള 5 ടൊമാറ്റോ. ഓക്കെ, പിന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂസും 10 അല്ലി ഗാർലിക് എടുത്തിട്ടുണ്ട്, അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം മതിയാവും കേട്ടോ. പിന്നെ പൊട്ടാറ്റോ, അതിൻ്റെ ഒരു അരഭാഗം, ചെറിയ പൊട്ടാറ്റോൻ്റെ അരഭാഗം. പിന്നെ ഒരു ഒണിയൻ. ഓക്കെ, ഞാനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്നാലേ ആ ഒരു കളറും പിന്നെ ഒരു സ്വീറ്റ്നെസ്സൊക്കെ കിട്ടും. അപ്പം നല്ല പഴുത്ത നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. നടുവിൽ വെച്ചിട്ട് എല്ലാം പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നമുക്കൊരു 5-6 വിസിലിന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അതുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലോണം കട്ട് ചെയ്തിട്ട് എല്ലാം നമുക്ക് പ്രഷർ കുക്കറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5-6 വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. കുറേ കാലമായി അവൾ പറഞ്ഞു തന്നിട്ട്, പക്ഷേ ഇതുവരെ ഉണ്ടാക്കാനുള്ളൊരു ടൈം വന്നില്ല. അപ്പം ഇപ്പോഴാണ് അതിനൊരു ടൈം വന്നത്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നും വിചാരിച്ചു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ. ഞാനിത് ട്രയൽ വേർഷനൊന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ഇങ്ങനെ കുക്കറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ വെള്ളം ഇറങ്ങി വരും ഇത് ബോയിലാകുമ്പം. അതുകൊണ്ട് വെള്ളം കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 5-6 വിസിലിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 6 വിസിലിനാണ് കുക്ക് ചെയ്തെടുത്തത്. എന്തായാലും നല്ലോണം അടിഞ്ഞ് വരണം. അപ്പോൾ അത് തണിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ഇട്ടത്. ആദ്യം ചെറുതിലേന്ന് ഇട്ടത്, പക്ഷേ അത് ഭയങ്കര ഫുള്ളായിപ്പോയി. എന്നിട്ട് ഞാൻ മാറ്റി കേട്ടോ. എൻ്റെ വലിയ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റോടെ അരച്ചെടുക്കുക. ഇനി ഒരു സോസ് പാനിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മെൽട്ടായി വരുന്ന സമയത്ത് ഒരു ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറവ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ചൊരു കളറും കിട്ടും, പിന്നെ ഒരു ചെറിയൊരു എരിവും ഉണ്ടാവും. അതിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. എന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തിക്കാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. നല്ലൊരു അധികം ലൂസും അല്ല, കുറച്ചൊരു തിക്കുമായിട്ടുള്ള കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ഒരു മിക്സഡ് ഹെർബ്സും, ഞാനിവിടെ ഇറ്റാലിയൻ മിക്സഡ് ഹെർബ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിലൊരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ കുറവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബോയിൽ ആവട്ടെ, ഒരു 2-3 മിനിറ്റ് വരെ നല്ലോണം ബോയിൽ ആവട്ടെ. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ കൂടുതലൊന്നും ആഡ് ചെയ്യാറ്, 1/4 ടീസ്പൂൺ മാത്രം. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ബോയിൽ ആവണം കേട്ടോ, നല്ലോണം ഒന്ന് തിള വരണം. ഒരു 2-3 മിനിറ്റ് വരെ ഈ തിളക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് കുക്കിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഞാനൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് സൂപ്പൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ മഷ്റൂം സൂപ്പും ചിക്കൻ സൂപ്പും മട്ടൻ സൂപ്പൊക്കെയാണ് ഓർഡർ ചെയ്യാറ്. ഈ ടൊമാറ്റോ സൂപ്പൊന്നും ഇതുവരെ ഓർഡർ ചെയ്തിട്ടുമില്ല. കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഓർഡർ ചെയ്തത് നമ്മളായിട്ട് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എപ്പോഴോ ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെന്നല്ലോ. ഓക്കെ, പക്ഷേ ആ കഴിച്ച ടേസ്റ്റ് അല്ലായിരുന്നു ഈ ടൊമാറ്റോ സൂപ്പ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇതിൽ കാഷ്യൂസും പൊട്ടാറ്റോവും പിന്നെ ഓണിയൻ ക്യാപ്സിക്കം ഒക്കെ വരുന്നത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ടൊമാറ്റോൻ്റെ ഒരു ടേസ്റ്റും ഇതിൽ തോന്നിയിട്ടില്ല. കാരണം എനിക്കൊന്ന് ക്യാപ്സിക്കം പൊട്ടാറ്റോ ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ആ ഒരു ടേസ്റ്റ് മുന്നോട്ട് വരാതെ എന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ സൂപ്പ് നല്ലോണം തിള വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ വെറൈറ്റി ചിക്കൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പിയായി വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാക്ക് ടു റെസിപ്പി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എഡ്ജസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്യൂബ് സൈസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് ബ്രെഡ് എടുത്തിട്ട് തിരിച്ചും മറിച്ചും ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം മുരിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മുരിച്ചിട്ട് നല്ലൊരു ക്രിസ്പി പോലെ ആയി കിട്ടും. അപ്പോൾ അതവിടെ ആക്കി വെക്കുക. ഇനി ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് ഈ സൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ച് സൂപ്പും ഒരു കഷ്ണം ബ്രെഡും കൂടിയാണ് കഴിക്കേണ്ടത്. അപ്പം ബ്രെഡ് കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സൂപ്പ് മാത്രമാക്കിയിട്ടും കഴിക്കാം. പക്ഷേ എങ്കിൽ ബ്രെഡും കൂടി ഇടുമ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ താങ്ക് യു വിശാഖ ഫോർ ദിസ് ഡിലീഷ്യസ് യമ്മി ടൊമാറ്റോ സൂപ്പ് റെസിപ്പി. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവർ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നൗ കുക്ക് വിത്ത് ലവ്. ബൈ.